ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഞാനിവിടെ ഒരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ എന്റെ കഥ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലേക്ക് പോകാം. പണ്ട് മുത്തനബിയുടെ കാലത്ത് ഒരു പാവം കർഷകനുണ്ടായിരുന്നു. ആ വർഷം അദ്ദേഹത്തിന് നല്ല വിളവ് കിട്ടി. അദ്ദേഹം 3 മുന്തിരിക്കുലകളുമായി മുത്തനബി അടുത്തേക്ക് ചെന്നു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം അത് മുത്തനബിക്ക് നൽകി. നബി അത് സ്വീകരിച്ചു. അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഓരോ മുന്തിരിയും പറിച്ചെടുത്ത് തിന്നാൻ തുടങ്ങി. ചുറ്റും സ്വഹാബത്തും കൂടെ ഇരിപ്പുണ്ട്. പക്ഷെ ഒന്നുപോലും ആർക്കും നബി കൊടുത്തില്ല. ഇത് കണ്ട് ആ പാവ മനുഷ്യൻ സന്തോഷിച്ചു. പക്ഷേ നബിയിൽ നിന്ന് ബർക്കത്തിന് വേണ്ടി കാത്തിരുന്ന സ്വഹാബാക്കൾക്ക് സങ്കടമായി. ഇത് കണ്ട് ആ പാവ മനുഷ്യൻ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബത്തെ, ഞാൻ ഇതിൽ നിന്ന് ഒരു മുന്തിരി പോലും നിങ്ങൾക്ക് തരാത്തതിന് കാരണം അത് നല്ല പുളിയായിരുന്നു. ഞാൻ നിങ്ങൾക്കത് തന്നാൽ ചിലപ്പോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലോ, അപ്പാ മനുഷ്യന് സങ്കടമായാലോ. സ്വഹാബാക്കൾക്ക് കാര്യം മനസ്സിലായി. ചെറിയ കാര്യങ്ങൾക്ക് പോലും സഹജീവികളെയോ മനുഷ്യനെയോ ആരും വേദനിപ്പിക്കാൻ പാടില്ലെന്നും ഭക്ഷണം അള്ളാഹു നമുക്ക് തന്നെ നിയമത്താണെന്നും അതിനെ ബഹുമാനിക്കണം എന്നാണ് ഈ കഥയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. എന്നാൽ കാര്യം മനസ്സിലാത്ത ചിലർ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. എന്ത് കിട്ടിയാലും വാരി വലിച്ചു തിന്നും മാറി നിന്ന് കുറ്റം പറയുകയും ചെയ്യുന്നവർ. അള്ളാഹു കാക്കട്ടെ. ചെറിയ കാര്യങ്ങൾക്ക് പോലും സൂക്ഷ്മത പുലർത്തി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ഈ കൊച്ചു കഥ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.